നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു മന്ത്രി അടക്കം 628 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരമനുസരിച്ച് രാജ്യത്ത് പുതുതായി 628 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആകെ ആക്റ്റീവ് കേസുകൾ 4054ആയി. രാജ്യത്തെ കഴിഞ്ഞ ദിവസമുണ്ടായ ഏക കോവിഡ് മരണം കേരളത്തിലാണ്. സംസ്ഥാനത്ത് പുതുതായി 128 കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 3128ആയി. രാജ്യത്ത് ഇതുവരെ 4,50,00,000 ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗമുക്തി നേടിയവർ 4,44,00,000 റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 63 എണ്ണം കോവിഡിന്റെ പുതിയ വകഭേദമാണ്. ഇതുവരെ 34 കേസുകൾ കണ്ടെത്തിയ ഗോവയിലാണ് ഏറ്റവും അധികം പുതിയ വകഭേദം ബാധിച്ച രോഗികളുള്ളത്. മഹാരാഷ്ട്രയിൽ 9ഉം കർണാടകത്തിൽ 8ഉം കേരളത്തിൽ തമിഴ്നാട്ടിലും 6ഉം 4ഉം വീതവും തെലങ്കാനയിൽ 2 പേർക്കുമാണ് JN1 വകഭേദം കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കൃഷിമന്ത്രി ധനഞ്ജയ് മുണ്ടയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കന്നഡ ജില്ലയിലെ തലപ്പാടി, സാറഡുക്ക, സ്വർഗ, സുള്യപ്രഥവ്, ജാൽസൂർ എന്നിവിടങ്ങളിൽ കർണാടക കോവിഡ് ബോധവൽക്കരണം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ രോഗലക്ഷണം കണ്ടാൽ ഉടൻ പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 315 പേർ രോഗമുക്തി നേടി. രാജ്യത്താകെ കോവിഡ് ഭേദമായവരുടെ എണ്ണം 4,44,00,000. കോവിഡ് മരണമാകട്ടെ 5,33,334ആയി. ദേശീയ രോഗമുക്തി നിരക്ക് 98.81%, മരണനിരക്ക് 1.18%ആണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിനിടെ മഹാരാഷ്ട്രയിലെ താനെയിൽ നവംബർ 30 മുതൽ പരിശോധിച്ച 20 സാമ്പിളുകളിൽ 5 കേസുകളും JN1 ആണെന്ന് കണ്ടെത്തി. കേന്ദ്രം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. വിമാനത്താവളങ്ങളിൽ തൽക്കാലം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടെന്നാണ് തീരുമാനം. വിമാനത്താവളങ്ങളിൽ പരിശോധന നിർബന്ധമാക്കില്ല. എന്നാൽ കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചു. നിലവിൽ പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. മറ്റ് അസുഖങ്ങളുള്ളവർ മാസ്ക് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം വിമാനത്താവളങ്ങളിൽ തൽക്കാലം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടെന്നാണ് കേന്ദ്ര തീരുമാനം. വിമാനത്താവളങ്ങളിൽ പരിശോധന നിർബന്ധമാക്കില്ല. കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചു. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അസുഖ ലക്ഷണമുള്ളവർ മാസ്ക് ഉൾപ്പെടെ മുൻകരുതലുകൾ എടുക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ കോവിഡ് ബോധവൽക്കരണം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബോധവൽക്കരണം മാത്രമാണ് ഈ കേന്ദ്രങ്ങളിലുള്ളത്. ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പരിശോധന നടത്താനും അധികൃതർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.